കേരളത്തെക്കുറിച്ചുള്ള കേന്ദ്ര ഏജൻസി നീതി ആയോഗിന്റെ റിപ്പോർട്ട് തള്ളി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കേരളം പനിച്ച് തകർന്നു കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു സൂചിക വെച്ച് തയ്യാറാക്കിയ നേട്ടം അംഗീകരിക്കാനാവില്ല എന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. സുസ്ഥിര വികസന റിപ്പോർട്ടിൽ കേരളം ഒന്നാമതെന്ന നീതി ആയോഗിന്റെ റിപ്പോർട്ടാണ് കെ. സുരേന്ദ്രൻ തള്ളിയത്. പനി പിടിച്ച ആളുകൾ ചത്തൊടുങ്ങണം, അപ്പോഴാണ് നീതി ആയോഗ്. അല്ല, എത്ര ആള് ചാവുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? പനി പിടിച്ചിട്ട് ഇവിടെ മരുന്നുമില്ല, ഒരു സംഭവമില്ല, എന്നിട്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞു നടക്കുക. എന്താണ് ഏത് അല്ലെന്ന് സത്യം കാണുമ്പോ അവരത് പറഞ്ഞു എന്നല്ലല്ലോ. എന്താ നടക്കുന്ന കേരളത്തിൽ? അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്. സാറേ, അത് ഒരു പാരാമീറ്റർ വെച്ചിട്ട് പല അളവുകോൽ പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുവന്ന് മാർക്കെന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ആവർത്തിച്ചെങ്കിലും സുരേന്ദ്രൻ നിലപാട് ആവർത്തിച്ചു. ആരും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഇരുത്തിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണം. ആരോഗ്യം ഞാൻ പറയാം. കേരളത്തിലെ ആശുപത്രികളിൽ ക്ഷയരോഗത്തിന് കൊടുക്കാനുള്ള മരുന്ന് മുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യമായ മരുന്നുകളില്ല, പരിശോധനാ സംവിധാനങ്ങളില്ല, കുത്തഴിഞ്ഞു കിടക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നേയില്ല, കൊതുകുകൾ പെരുകുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പകർച്ചവ്യാധികൾ പടരുകയാണ് കേരളത്തിൽ. ഇത്തവണ ഒരു പഞ്ചായത്തിലും കൊതുകിനെ കൊല്ലാനുള്ള ഒരു യന്ത്രം വെച്ച് പോകുന്നില്ല, അതുപോലും നടന്നില്ല. ഒരു മാലിന്യവും നിർമ്മാർജ്ജനം ചെയ്തില്ല. ഇതെല്ലാം സത്യമാണ്. എന്ത് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏതെങ്കിലും ഒരു സൂചിക വെച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നായിരുന്നു സുരേന്ദ്രന്റെ നിലപാട്. നീതി ആയോഗ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പാരാമീറ്റർ വെച്ചിട്ട് കേരളം നല്ലതാണെന്ന് പറഞ്ഞ ബാക്കിയെല്ലാം അംഗീകരിച്ച് തരാൻ മാത്രമുള്ള മടയന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? ഇതെല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് 6% പാർട്ടിക്കാര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പാർട്ടിയെ വിട്ട് ബി.ജെ.പിക്കും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തു. നിങ്ങളെ പാർട്ടി അടിയിൽ പോയി. ഇത് അതിനെപ്പറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റേ ടവറിൽ പോയില്ലേ, ഒരു ഒരു ഇരുമ്പ് കസേരയിട്ട് മറ്റേ ടവറിന്റെ അവിടെ പോയി ഇരുന്നിട്ട് വലിയൊക്കെ ലോകം മുഴുവൻ ഞങ്ങളെ പിണറായി വിജയനെ ആദരിക്കുന്നു എന്ന് പറയുന്നത് പോലത്തെ നമ്പറുകളൊന്നും ജനം വിശ്വസിക്കില്ല. ജനം നിങ്ങളെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.